ഹായ് മക്കളെ, +2 ഓണപരീക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങൾ എഴുതുന്ന ഏത് പരീക്ഷയ്ക്കും ഫുൾ മാർക്ക് വാങ്ങിത്തരാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈം ടേബിൾ എവറുമായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളെ മനസ്സിലുണ്ടാവുന്നത് ഇത് തള്ളാണ്. സാറ് തന്നെ 10ാം ക്ലാസ് മുതൽ കുറേ ടൈം ടേബിൾ പറഞ്ഞിട്ട് അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, വർക്ക് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ഞാൻ കുറേ ടൈം ടേബിൾ, ഞങ്ങൾ തന്നെ കുറേ ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ തെറ്റിക്കുകയും ചെയ്തിട്ടുണ്ടാവുന്നല്ലേ നിങ്ങളെ മനസ്സിൽ. പക്ഷേ ഇതെന്താണ്, നിങ്ങൾ തെറ്റിക്കാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ള ടൈം ടേബിളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നിങ്ങൾ ഇതുപോലത്തെയൊക്കെ ആയിരിക്കും ടൈം ടേബിൾ ഉണ്ടാക്കുക. എന്ത്, രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കുന്നു, എന്നിട്ട് എന്താണ് കുറച്ചു നേരം പത്രം വായിക്കുന്നു, പിന്നെ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ എന്താണ് പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് അല്ലേ. അതൊന്നുമല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വളരെ വളരെ ഫ്ലെക്സിബിളായിട്ടും നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ടൈം ടേബിളാണ്. അവസാനം വരെ കാണാൻ ഇഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, ഈ ചാനലിൽ കൂടുതൽ വ്യൂ കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, താല്പര്യം കൂടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇത് അടിപൊളിയാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്യുക. ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഷെയർ ചെയ്തോ. ഓക്കെ, തുടങ്ങാം അല്ലേ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നിങ്ങളൊരു കോമൺ സെൻസ് നിങ്ങൾ മനസ്സിലാക്കണം, അല്ലെ ഒരു ഫണ്ടമെൻ്റൽ റിയാലിറ്റി മനസ്സിലാക്കണം. അതായത് നിങ്ങളെ ക്ലാസ് കുറേ കുട്ടികളുണ്ടാവും. അവർ നിങ്ങൾ ഒരേ ടീച്ചറെ ക്ലാസ്സാണ് കേൾക്കുന്നത്, ഒരേ ടെക്സ്റ്റ് ബുക്കാണ് പഠിക്കുന്നത്. ചിലപ്പോൾ അവർ തന്നെയായിരിക്കും നിങ്ങൾ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ലേണിലേക്ക് ഉണ്ടാവുക. പക്ഷെ എന്താണ്, എല്ലാവർക്കും ഒരേ മാർക്കാണ് കിട്ടുന്നത്. ഒരേ ക്ലാസ്സിലിരുന്ന് ഒരേ ടീച്ചറെ ക്ലാസ് കേട്ട് ഒരേ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഒരേ ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരേ മാർക്കാണോ പരീക്ഷ കിട്ടുന്നത്? അല്ലല്ലോ. അതിൻ്റെ റീസൺ എന്താ? കുറച്ചാൾ പഠിക്കുന്നുണ്ട്, കുറേ ആൾ പഠിക്കുന്നില്ല എന്നുള്ളതല്ലേ സത്യം. അതായത് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഏറ്റവും നല്ല സ്കൂളാണ്, ഏറ്റവും നല്ല ട്യൂഷൻ സെൻ്റർ, എഡ്യൂപോർട്ടിൻ്റെ നീറ്റ് ബാച്ചിലുണ്ട്, ജെഇ ബാച്ചിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അതാണ് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. എന്ത് ചെയ്യണം? നിങ്ങൾ പഠിക്കണം. അതെങ്ങനെ എഫക്റ്റീവായി പഠിക്കുക എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യുന്നത് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ സമയത്തെ, അതായത് നിങ്ങളുടെ സമയം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂൾ ഏത് സമയമാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നവരെയുള്ള സമയം എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അവൻ പഠിക്കാൻ പറ്റുന്ന പാർട്ടുണ്ടാവും, ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതേപോലെ കുറച്ച് സമയം ഉറങ്ങേണ്ടതുണ്ടാവും, അതും പറ്റൂല. പിന്നെ ഈ റെഡിയാവുക, ഫുഡ് കഴിക്കുക, അതുപോലെ കുറച്ച് സമയമുണ്ട്. അതൊഴിച്ചുള്ള ബാക്കി സമയങ്ങൾ, അതായത് ചുരുക്കി പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് എക്സാം ആണ്, ഒന്നും നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ സമയം കഴിഞ്ഞിട്ട് ബാക്കി ഏതൊക്കെ സമയം നിങ്ങൾ പഠിക്കുമോ ആ സമയം മൊത്തം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. പറ്റുവെച്ചാൽ ഒന്ന് കമൻറ്റും ചെയ്യട്ടോ, എത്ര സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഏതൊക്കെ സമയം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആ സമയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടായി തിരിക്കുക. ഒന്നെന്താണ് പ്രൊഡക്റ്റീവായിട്ടുള്ള സമയവും, അടുത്തത് നോൺ പ്രൊഡക്റ്റീവ്. എന്തായി വ്യത്യാസം? അത് ചില കുട്ടികളെ സംബന്ധിച്ചുള്ള രാത്രി 7 മണി മുതൽ 10 മണി വരെ എന്തായാലും നമ്മൾ പഠിക്കും അല്ലേ. അതേ സ്ഥാനത്ത് വൈകുന്നേരം ഇപ്പോൾ വീട്ടിലെത്തിയിട്ട് എന്താ 5 മണി മുതൽ 7 മണി വരെ പഠിക്കാനുള്ള സമയം ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്താ പഠിക്കാറ് മൂടുണ്ടാവും, നമ്മൾ വെറുതെ കിടക്കുക. അതാണ് നോൺ പ്രൊഡക്റ്റീവ്. രാത്രി 7 മുതൽ 10 മണി അല്ലെങ്കിൽ രാവിലെ 5 മുതൽ 7 വരെ എന്തായാലും നമ്മൾ പഠിക്കുക. അതാണ് നമ്മളുടെ പ്രൊഡക്റ്റീവ് ടൈം. ക്ലിയർ അല്ല? ആ സാധനം ക്ലിയർ ആണല്ലോ. അപ്പം ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഓണപ്പരീക്ഷ എന്ന് കരുതി നാളെ മുതൽ സ്റ്റഡി ലീവാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് എന്താണ്, സ്കൂള് കുറേ പണി തരുന്നുണ്ടാവും, കുറേ ഹോംവർക്ക് തരുന്നുണ്ടാവും. ഇപ്പം മിക്ക സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റേ ഒലക്ക കൊണ്ടുവന്നിട്ടുണ്ട്, ലാബ് തന്നിട്ട് എഴുതി കൊണ്ടുപോടാന്ന് പറയുന്നുണ്ട് അല്ലേ, ലാബ് റെക്കോർഡൊക്കെ. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഭംഗിയിൽ എഴുതി ചിത്രമൊക്കെ ഇങ്ങനെ വരച്ചിട്ട് വെറുതെ നിങ്ങളെ സമയം പോകുന്നുണ്ടാവും. ആ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ സ്കൂളിലെ സാധനം, പക്ഷേ നിങ്ങളുടെ പഠനം, അതായത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വലിയ ആ പറഞ്ഞ മനസ്സിലായി, അത് പഠനം അല്ലാതെ ഇങ്ങനെ ഹോംവർക്ക് ചെയ്യുക, ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും എഴുതിക്കൊണ്ടുവരിക, ആ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോൺ പ്രൊഡക്റ്റീവ് സമയത്ത് ചെയ്യണം. എന്നിട്ട് പ്രൊഡക്റ്റീവ് സമയം എന്ത് ചെയ്യണം, നിങ്ങൾ ശരിക്കും ഓണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യണം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാര്യം മനസ്സിലായില്ല, എന്നാൽ മാത്രമേ കിട്ടൂ. അല്ലെങ്കിൽ എന്താ, നിങ്ങൾ സെപ്റ്റംബർ 2 വരെ നിങ്ങൾക്ക് സ്കൂളിൽ വർക്ക് ചെയ്യാനേ സമയം ഉണ്ടാവുള്ളൂ അല്ലേ. അതല്ലേ റിയാലിറ്റി. അതാണ് റിയാലിറ്റി എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി അങ്ങനെയല്ല, സ്കൂൾ വർക്കൊന്നും തരുന്നില്ല എന്ന് അതൊന്ന് പറയാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റീവ് നോൺ പ്രൊഡക്റ്റീവ് ഒക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം പ്രൊഡക്റ്റീവ് ആണ്. രാവിലെ 5 മണി മുതൽ 7 മണി വരെയും രാത്രി 7 മണി മുതൽ 10 മണി വരെ എനിക്ക് പഠിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, ഇങ്ങനെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത് കണ്ടാൽ തന്നെ അല്ലെ ആവേശം മൂത്ത് ഓൾറെഡി ചില ആൾക്കാരൊക്കെ ഓണപ്പരീക്ഷ ടൈം ടേബിളൊക്കെ ഇട്ടിട്ടുണ്ടാവും, ഇട്ടിട്ടുണ്ടാവും, പൊട്ടിയിട്ടുണ്ടാവും. എന്താ സംഭവം? തിങ്കളാഴ്ച ഞാൻ എന്ത് ചെയ്യാണ്, മാത്സിൽ 1ാമത്തെ പാഠം രാവിലെ പഠിക്കുന്നു, ഫിസിക്സിൽ 1ാമത്തെ പാഠം വൈകുന്നേരം പഠിക്കുന്നു. പിന്നെ ചൊവ്വാഴ്ച എന്താ, കെമിസ്ട്രിയിൽ 1ാമത്തെ പാഠം, പിന്നെ ബയോളജിയിൽ 1ാമത്തെ പാഠം. ഇങ്ങനെ നമ്മളിങ്ങനെ കണക്കിട്ട് വരും. ഇതിൻ്റെ പ്രശ്നം എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാളെ തിങ്കളാഴ്ച നേരിക്കോ, നാളെ രാവിലെ 5 to 7 ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്ത്, നമ്മൾ എന്താ 6:30 എഴുന്നേക്കുക. അതോടുകൂടി എന്ത് ചെയ്യും, മാത്സ് തെറ്റും. പിന്നെ നമ്മൾ സാറിൽ എന്നാലും ഞാൻ ടൈം ടേബിൾ ഇട്ടില്ല, ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് നല്ല ആവശ്യമാണ്, ഇതും കൂടെ രാത്രി എടുക്കുന്ന പറയും.
ഇതും കൂടെ രാത്രി എടുക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ രാത്രി മാത്സ് ഫിസിക്സ് ഒരുമിച്ച് തീർക്കാൻ നോക്കും. മാത്സ് പോലും കഴിയൂല, ഫിസിക്സ് ഫുള്ള് പെൻഡിങ് ആയിരിക്കും. ഇങ്ങനെ എന്താ ഒരു 2 ദിവസം കഴിയുമ്പോൾ 8 നിലയിൽ പൊട്ടും. നമ്മൾ ഒരാഴ്ച ടൈം ടേബിൾ ഉണ്ടാക്കാൻ എടുത്ത സമയം പോവും. അതാണ് സംഭവിക്കുക. ഇനി ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നേരെ തിരിച്ചാ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്താണ് ഈ ഓണപരീക്ഷ ആകുമ്പം തൽക്കാലത്തേക്ക് എന്താ ഞാൻ പറയാണ്, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററും ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററും കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററും ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററും ഉള്ളൂ എന്ന് കരുതാം. വലിയ ലിസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട ഓരോ ദിവസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ ദിവസം ഇപ്പം എന്താ, ഇന്നിപ്പോൾ എത്രയാ, 13-ാം തീയതി എന്ന് തോന്നുന്നില്ല, 12-ാം തീയതിയാ, നിങ്ങൾ 13 ഓക്കെ, 12-ാം തീയതി ഞാൻ എന്ത് ചെയ്യാണ്, മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചു 12/8. ഓക്കെ, അതിവിടെ എഴുതാം. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളടുത്ത് നല്ല കളർ പെൻസിൽ എന്തെങ്കിലും അല്ലെ സ്കെച്ച് കളറോ അല്ലെ ഹൈലൈറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ 3 കളർ അല്ലെ നിങ്ങളുടെ അടുത്ത് അനിയൻ്റെ അടുത്ത് അല്ലെ സ്കൂൾ വീട്ടിൽ നിന്ന് വാങ്ങുക കേട്ടോ. അത് ഇത് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുക, ഇത് പച്ച കളർ അതിന് ഷെയ്ഡ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത് ഫിസിക്സ് ഫസ്റ്റ് ചാപ്റ്റർ ഏതാ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അത് ഞാൻ നാളെ പഠിച്ചു, 13/8 പഠിച്ചു. പക്ഷെ എന്താണ്, എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻറ്റ് വന്നിട്ടില്ല എന്നാണെങ്കിൽ അതിന് റെഡ് കളർ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നു 14-ാം തീയതി കെമിസ്ട്രി പഠിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് നോക്കുമ്പോൾ അത് ഒരൊത്ത സാധനമേ വന്നിട്ടുള്ളൂ, കറക്റ്റ് അല്ല. ഓക്കെ, വീണ്ടും ബയോളജി പഠിക്കുന്നു. ബയോളജി നോക്കുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. 15/8 എന്താണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിച്ചത്. ഇങ്ങനെ എന്താ ആദ്യത്തെ ദിവസം കഴിഞ്ഞ് ഇത് നിങ്ങൾ താഴെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററും ഫിസിക്സിൻ്റെ എല്ലാ ചാപ്റ്റേഴ്സും ഇതിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സൈഡ് പഠിച്ചു തുടങ്ങുന്നു. ഇനി അടുത്ത നമ്മൾ ഇതൊക്കെ തീർന്നു കഴിഞ്ഞാൽ അടുത്ത തവണ എന്താ നമ്മൾ ചെയ്യുക, അടുത്ത നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിങ്ങനെ നോക്കി ഇനിയിപ്പോൾ എന്ത് പഠിക്കും. മാത്സ് ഓൾറെഡി M1 നമുക്കറിയാം. പക്ഷെ ഫിസിക്സ് എന്താണ്, റെഡ് കളർ കണ്ടില്ലേ, റെഡാണ്. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും കൂടെ പഠിക്കണം. അതെന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത 16-ാം തീയതി വീണ്ടും പഠിക്കുന്നു. അപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടെ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് വന്നു, അത് റെഡ് നിന്ന് ഓറഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, പിന്നെയോ കെമിസ്ട്രി ഓറഞ്ച്, നമുക്ക് ചിലതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, കെമിസ്ട്രി 17-ാം തീയതി നമ്മൾ ഒന്നും കൂടെ പഠിക്കുന്നു. അതോടുകൂടി എന്താ ആ കാര്യം സെറ്റായിട്ടുണ്ട്, ആ കാര്യം സെറ്റ്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് വീണ്ടും വീണ്ടും വരും. നിങ്ങൾ ചെയ്താൽ അവസാനം എന്താ, ഏകദേശം ഈ ഒരു സമയത്തും എല്ലാ ചാപ്റ്ററും പച്ച കളറായിട്ടുണ്ടാവും. ഇങ്ങനെ പഠിച്ചാൽ ഇതെന്നും നിങ്ങൾക്കൊരു രേഖയാക്കി വെക്കാം. ഇനി ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണടാ, ഇത് നോക്കിയിട്ട് റിവൈസ് ചെയ്യേണ്ട. ഇനി എന്തുണ്ട് അടുത്ത സ്റ്റെപ്പായിട്ട് ഇത് എല്ലാം പച്ചയാ, പിന്നെ റിവിഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പം ഇത് വെച്ച് നിങ്ങൾ തുടങ്ങണം. കാര്യം മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് കറക്റ്റ് പിക്ചർ കിട്ടും ഓരോ ചാപ്റ്ററിലും നമ്മൾ എത്രമാത്രം കോൺഫിഡൻ്റ് ആണ്, എത്രമാത്രം നമ്മൾ അടിപൊളിയായി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതാണ് നമ്മൾ പറയാം റിട്രോസ്പെക്റ്റീവ് ടൈം ടേബിൾ എന്നാണ്. മറ്റേത് ഇൻട്രോസ്പെക്റ്റീവ് ടൈം ടേബിളോ. ഓക്കെ, കാര്യം നിങ്ങൾക്ക് കത്തിയല്ലോ. അപ്പം ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ആവേശത്തിൽ എന്താ ഫുള്ള് ചാപ്റ്റർ ലിസ്റ്റ് ഉണ്ടാകും നോക്കും. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട, ഞാൻ കമൻറ്റിൽ എന്ത് ചെയ്ത് തരാം, PDF പിൻ ചെയ്ത് തരാം. ഇത് മൊത്തം ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഓണം പരീക്ഷയ്ക്ക് വരിക എന്നുള്ളത് നിങ്ങൾ അതൊരു പ്രിൻ്റ് എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളെ ഫോണിലൊക്കെ ഈ PDF ഓപ്പൺ ചെയ്യാൻ പറ്റുക, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. ആൻഡ് ഇനി അതിൻ്റെ അടുത്തൊരു പാർട്ട് എന്ന് വെച്ചാൽ, സാറ് പറഞ്ഞല്ലോ പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതാൻ. പക്ഷെ എനിക്കറിയില്ല സാർ ഇന്ന് എന്താ പഠിക്കാന്നുള്ളല്ലേ. അതിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എജ്യൂപോർട്ടിൻ്റെ ഓണപരീക്ഷയുടെ ലൈവ് സീരീസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണ് അതിൻ്റെ സ്റ്റഡി പ്ലാൻ വരുന്നത്. നിങ്ങൾ ഇന്നാണ് കാണുന്നെങ്കിൽ ഉറപ്പായിട്ട് 7 മണിക്ക് വരിക. അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഏത് ദിവസമാണെങ്കിലും 7 മണിക്ക് എന്താണോ നമ്മൾ എടുക്കുന്നത് അതിവിടെ എഴുതി തുടങ്ങിയാൽ മതി. അത് നോക്കി പഠിച്ചു പോയാൽ മതി. ഒരു സംശയവും വേണ്ട, ഓണപരീക്ഷ നിങ്ങൾ എഴുതുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് എക്സാം ആയിരിക്കും എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമുകളും നമ്മൾ ഈ മോഡലിൽ ടൈം ടേബിൾ ഇട്ടിട്ട് പഠിച്ചു തീർക്കുകയും ചെയ്യും. സോ സെറ്റാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, വീഡിയോ ഷെയർ ചെയ്യണം. ഞാൻ നാളെ വേറെ വീഡിയോ ആയിട്ട് വരും. ശരി.